നവംബറിൻ്റെ നഷ്ടം എന്ന പ്രയോഗം മലയാളിയെ ആദ്യമായി കേൾപ്പിച്ചത് ആരാണ്? മലയാളിയുടെ സ്വന്തം പി പത്മരാജൻ. ചലച്ചിത്രങ്ങളുടെ അവതരണത്തിനും ഇതിവൃത്തത്തിനും ഒപ്പമോ അതിലുമേറെയോ പ്രാധാന്യം സിനിമകളുടെ പേരുകൾക്കും കൽപ്പിച്ചിരുന്ന ഒരു സംവിധായകനായിരുന്നു പത്മരാജൻ. അഥവാ സിനിമാ പേരുകളിൽ ഇത്രമാത്രം കൽപ്പനാ വൈഭവവും കാൽപ്പനിക ഭാവവും ചാലിച്ചു ചാർത്തിയ മറ്റൊരാൾ പത്മരാജന് മുമ്പും പിമ്പും ഉണ്ടായിട്ടുണ്ടോ എന്നും സംശയമാണ്. അതെ, നവംബറിൻ്റെ നഷ്ടം. നവംബറിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തീർത്താൽ തീരാത്ത നഷ്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് 2009 നവംബർ വിട പറഞ്ഞത്. ആനകൾക്ക് പിന്നാലെയുള്ള ഓട്ടപ്രദക്ഷിണങ്ങൾക്കും ചിത്രീകരണങ്ങൾക്കും എല്ലാം താൽക്കാലിക അവധി പ്രഖ്യാപിച്ച് ഒതുങ്ങിക്കൂടിയ ദിനങ്ങൾ. നവംബർ 3 രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ. പഴയൊരു സുഹൃത്താണ്. പുല്ലുകുളകരേന്നാണ്. അതേ, നമ്മുടെ ഗണേശന് എന്തോ ഇത്തിരി വല്ലായ്മ പോലെ. ഇപ്പം അറിഞ്ഞതാ. ഞാൻ സ്ഥലത്തില്ല, ബസ്സില്ല. ഒന്ന് അന്വേഷിച്ചിട്ട് വിളിച്ചു പറയൂ. അതാണ് ആവശ്യം. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുല്ലുകുളങ്ങരയിൽ നിന്ന് മറ്റൊരു കോൾ. അയ്യപ്പദാസ് എന്ന ചെറുപ്പക്കാരനാണ്. ചേട്ടാ, നമ്മുടെ ഗണേശൻ പോയി ചേട്ടാ. എപ്പോഴാ? ഇപ്പോൾ. പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും കഴിയാതെ അയ്യപ്പദാസിൻ്റെ വാക്കുകൾ കണ്ണീരിലും കരച്ചിലിലും മുങ്ങി മുറിഞ്ഞു. പക്ഷേ ആ വിളികൾ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഒരു നാടിൻ്റെ കൂട്ടക്കരച്ചിൽ പോലെ എണ്ണമറ്റ സന്ദേശങ്ങൾ. കേരള കൗമുദി ആലപ്പുഴ ബ്യൂറോ ചീഫ് ശ്രീകുമാർ പള്ളിലേത്ത്, അധ്യാപികയും എഴുത്തുകാരിയുമായ ഗീത പുല്ലുകുളകര, കൊല്ലത്തു നിന്നും പാർവതി എന്നൊരു വിദ്യാർത്ഥി. അങ്ങനെ ഗണേശന്റെ സ്വന്തക്കാരും ബന്ധക്കാരുമെല്ലാം പല ആവർത്തി വിളിച്ചറിയിക്കും. അറിഞ്ഞില്ലേ നമ്മുടെ ഗണേശന്റെ കാര്യം? നിങ്ങൾ വരില്ലേ? ചോദ്യം E4 എലിഫന്റിന്റെ സംവിധായകനോടാണ്. അയ്യോ, അച്ഛന് തീരെ വയ്യാണ്ടിരിക്കുക, നോക്കട്ടെ. അപ്പോൾ അത്ര മാത്രമേ അദ്ദേഹത്തിന് പറയുവാൻ കഴിയുമായിരുന്നു. അതെ, നഷ്ടങ്ങൾ മാത്രം ബാക്കിയാക്കി നവംബർ വിട ചൊല്ലിയപ്പോൾ ആനക്കേരളത്തിൻ്റെ ഒരു അസുലഭ തേജസ് കൂടി നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നു. തിരുവായ്ക്ക് എതിർവായില്ലാത്ത ആനച്ചന്തം. മുക്കോടി ദൈവങ്ങളും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ പരിശ്രമിച്ചാലും ഒരു പകരക്കാരനെ കണ്ടെത്തി തരാൻ കഴിയില്ലാത്ത, പകരക്കാരനില്ലാത്ത സൂര്യ തേജസ് പുല്ലുകുളങ്ങര ഗണേശൻ. തെക്കൻ തിരുവിതാംകൂറിൻ്റെ മാനസപുത്രൻ. തെക്കൻ കേരളത്തിലെ ഉത്സവ നഗരികളുടെ സ്വപ്ന നായകൻ, കളിക്കൂട്ടുകാരൻ. അവനെയാണ് നവംബർ നമ്മളിൽ നിന്നും തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത്. ഗണേശൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമം ഇപ്പോഴും ഞങ്ങൾ ആ വേർപാടിൽ നിന്ന് ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 1 മാസം തികഞ്ഞിരിക്കുന്നു. പക്ഷേ ഞങ്ങളോടൊപ്പം നിന്നിരുന്ന, ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്ന, ഞങ്ങൾ സ്നേഹിച്ചിരുന്ന ഗണേശന് ഒരു ദിവസം പെട്ടെന്ന് ആയിരുന്നു അന്ത്യം സംഭവിച്ചത്. ആരോഗ്യവാനായിരുന്നു. നട്ടുച്ചയ്ക്ക് അസ്തമിക്കുന്ന സൂര്യനെ പോലെ പെട്ടെന്ന് ഇരുട്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇന്നും വെളിച്ചം വീണിട്ടില്ല. ഞങ്ങളുടെ പ്രദേശങ്ങളിലെ കുടുംബങ്ങളിലൊന്നും ഇന്നും ആ ദുഃഖം മാറിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനി ആ യാഥാർത്ഥ്യത്തോടെ എന്ന് പൊരുത്തപ്പെടാനാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമാണ്. ഈ ഗണേശനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നമുള്ളതായിട്ട് ആനപ്രേമികൾക്കൊന്നും സംശയിക്കത്തൊന്നുമില്ലായിരുന്നു. എന്നാലും പെട്ടെന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു രാവിലെ എനിക്കൊരു ഫോൺ വരുന്നു. ഇങ്ങനെ ഒരാൾ അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് പറയുന്നു, ഗണേശൻ ഇങ്ങനെ വയ്യാണ്ട് ചേട്ടാ എന്തോന്നും പറഞ്ഞൊരു. പെട്ടെന്നാണ് അപ്പോൾ എന്നെ വിളിക്കുന്നത്, താങ്കളും വിളിക്കുന്നു എന്നെ അടുത്ത്. ഇങ്ങനെ ഒന്ന് കേൾക്കുന്നു എന്നും പറഞ്ഞ് വിളിക്കുന്നു. ശരിക്കും അന്ന് എന്താണ് സംഭവിക്കുന്നത്? അന്ന് സംഭവിക്കുന്നത് വളരെ ആരോഗ്യമായിട്ട് നിന്നൊരു ആനയായിരുന്നത്. നീരിൽ നിന്ന് അഴിച്ചിട്ട് ഒരാഴ്ച ആയതേ ഉള്ളായിരുന്നു. നീരിൽ നിന്ന് അഴിച്ചതിന് 4-5 ദിവസം മാത്രമേ ഉള്ളായിരുന്നു. നീരിൽ നിന്ന് അഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആലസ്യതയുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടി അവനെ നാട്ടിൽ ഇറങ്ങി ഓലയെടുക്കാനും
തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയി ശർക്കര വാങ്ങിക്കാനും ഒക്കെ തുടങ്ങി. അതായത് വീണ്ടും അവൻ്റെ ആ പഴയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ ദിവസം രാവിലെ ഒരു 6 മണിയായപ്പം പാപ്പാമാർ പുതിയതാണ്, പഴയ പാപ്പാന്മാർ മാറി പുതിയ പാപ്പാന്മാർ അവർ വന്ന് നോക്കുമ്പം ഇവനൊരു വേദന ഫീൽ ചെയ്യുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തോ അവർക്കൊരു സംശയമുണ്ട്, വേദന. പെട്ടെന്ന് ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളെ അറിയിച്ചു. പിന്നെ ദേവസ്വം മാനേജരും ഗോപിനാഥ പണിക്കർ സാറും എല്ലാം പെട്ടെന്ന് ഓടിയെത്തി, ഡോക്ടറെ അറിയിച്ചു. ഏതാണ്ട് പെട്ടെന്ന് 1 മണിക്കൂറിനകം കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എത്തിയിട്ട് ചികിത്സ തുടങ്ങി. ഏതാണ്ട് 10-12 കുപ്പി ട്രിപ്പ് തന്നെ കൊടുത്തു, ആൻറ്റിബയോട്ടിക് കൊടുത്തു. ഇതെല്ലാം കൊടുത്തെങ്കിലും ആ പെയിൻ അങ്ങോട്ടൊരു ശമനം കാണുന്നില്ല. വേദന കൂടി വരുന്നതായിട്ട് തന്നെ. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ഇവനെ കെട്ടിയിരുന്നിടത്തുനിന്ന് മുന്നോട്ടാഞ്ഞിട്ട് ചങ്ങല പൊട്ടിച്ച് 10:45 കൊമ്പ് കുത്തി